നമസ്കാരം. ഹിന്ദു വിവാഹമോചനത്തിന്റെ സാധുവായ കാരണങ്ങളെക്കുറിച്ചുള്ള വീഡിയോയുടെ മൂന്നാമത്തെ പാട്ടിലേക്ക് സ്വാഗതം. ഒന്നാം പാട്ടിൽ ഹിന്ദു വിവാഹ നിയമത്തിന്റെ സെക്ഷൻ 13 പറയുന്ന വിവാഹമോചനത്തിനുള്ള 8 കാരണങ്ങളിൽ ആദ്യത്തേതായ വ്യഭിചാരത്തെക്കുറിച്ചാണ് പറഞ്ഞത്. രണ്ടാം പാട്ടിൽ ക്രൂരത എന്ന ഗ്രൗണ്ടിനെ കുറിച്ച് പറഞ്ഞു. ഇന്ന് മറ്റ് കാരണങ്ങളായ ഉപേക്ഷിച്ചു പോകുക, മതപരിവർത്തനം ചെയ്യുക, മാനസിക രോഗമോ ലൈംഗിക രോഗമോ ഉണ്ടായിരിക്കുക, സന്യാസം സ്വീകരിക്കുക, 7 വർഷമായി ഒരു വിവരവും ഇല്ലാതിരിക്കുക തുടങ്ങിയ കാരണങ്ങൾ നോക്കാം. അതുകൂടാതെ ഭാര്യയ്ക്ക് മാത്രം ഉപയോഗിക്കാവുന്ന 4 ഗ്രൗണ്ടുകളെക്കുറിച്ചും പരസ്പര സമ്മതത്തോടെയുള്ള വിവാഹമോചനത്തെക്കുറിച്ചും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതായത് ഒന്നാമത്തെ കാരണമായ വ്യഭിചാരവും രണ്ടാമത്തെ കാരണമായ ക്രൂരതയും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ കാരണം നോക്കാം. അത് ഡെസേർഷൻ അഥവാ ഉപേക്ഷിക്കലാണ്. തുടർച്ചയായി 2 വർഷത്തിൽ കുറയാത്ത കാലത്തേക്ക് ജീവിത പങ്കാളിയെ ഉപേക്ഷിച്ചു പോയാൽ ഈ വകുപ്പ് പ്രകാരം വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്യാം. ഇവിടെ ഡെസേർഷൻ അഥവാ ഉപേക്ഷിക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ന്യായമായ കാരണമില്ലാതെയും സഹവാസം എന്നേക്കുമായി അവസാനിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയും ഇണകളിൽ ഒരാൾ ഒന്നിച്ചുള്ള ജീവിതത്തിൽ നിന്ന് പിന്മാറുന്നതിനെയാണ്. ജോലി ആവശ്യാർത്ഥം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് ഇതിൽ പെടില്ല എന്നർത്ഥം. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ക്രൂരമായ പെരുമാറ്റം മൂലം നിവൃത്തികെട്ട് ഭാര്യ വേർപിരിഞ്ഞ് താമസിക്കുകയാണെങ്കിൽ അത് ഉപേക്ഷിച്ചു പോകലല്ല. പ്രസവത്തിന് പോയിട്ട് ഭാര്യ തിരിച്ചു വന്നില്ല എന്ന കാരണം കാണിച്ച് ഡെസേർഷൻ അഥവാ ഉപേക്ഷിച്ചു പോയി എന്ന ഗ്രൗണ്ടിൽ വിവാഹമോചന ഹർജി കൊടുക്കണമെങ്കിൽ ഭാര്യയെ തിരിച്ചു കൊണ്ടുവരാൻ ഭർത്താവ് ന്യായമായ ശ്രമങ്ങൾ നടത്തിയതായി തെളിയിക്കേണ്ടി വരും. അതായത് ദീർഘകാലം ഒരുമിച്ച് താമസിക്കാതിരുന്നു എന്നതുകൊണ്ട് മാത്രം അത് ഉപേക്ഷിക്കലായി കണക്കാക്കില്ല. സാധുവായ കാരണങ്ങളില്ലാതെ മറ്റേയാളെ മനഃപൂർവ്വം ഒഴിവാക്കുമ്പോഴാണ് ഉപേക്ഷിക്കൽ സംഭവിക്കുന്നത്. ഇവിടെ 3 കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്നാമത്തേത് വേർപിരിഞ്ഞ് താമസിക്കുന്നു എന്ന വസ്തുതയാണ്. രണ്ടാമത്തേത് സഹവാസം ശാശ്വതമായി അവസാനിപ്പിക്കാനുള്ള ഉദ്ദേശമാണ്. മൂന്നാമത്തേത് ഹർജി സമർപ്പിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള തുടർച്ചയായ 2 വർഷത്തേക്ക് ഈ ഉപേക്ഷിക്കൽ നീണ്ടു നിൽക്കുന്നു എന്നതാണ്. പക്ഷേ വേർപിരിഞ്ഞ് താമസിക്കാൻ ന്യായമായ കാരണമുണ്ടെങ്കിൽ അത്തരം വേർപിരിയൽ ഉപേക്ഷിക്കലല്ല. ഭാര്യ വേർപിരിഞ്ഞ് താമസിക്കാൻ നിർബന്ധിതമായത് ഭർത്താവിൻ്റെ പെരുമാറ്റം കാരണമാണെങ്കിൽ അത് ഭാര്യ നടത്തുന്ന ഉപേക്ഷിക്കലായി കണക്കാക്കില്ല, മറിച്ച് ഭർത്താവ് ചെയ്ത കൺസ്ട്രക്റ്റീവ് ഡെസേർഷനായി കണക്കാക്കും. മഹാഭാരതത്തിൽ ഭാര്യയായ ഊർമിളയുടെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ലക്ഷ്മണൻ രായിക്ക് രാമാനം ജ്യേഷ്ഠന്റെയും ഭാര്യയുടെയും പിന്നാലെ വനവാസത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. നീണ്ട 14 വർഷം ഊർമിള കാത്തിരുന്നു. ഉപേക്ഷിച്ചു പോയി എന്ന് പറഞ്ഞ് ഊർമിള ലക്ഷ്മണനെതിരെ കേസിന് പോയില്ല. അതാണ് ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി. അടുത്തത് കൺവർഷൻ അഥവാ മതപരിവർത്തനമാണ്. ഭാര്യയോ ഭർത്താവോ ഹിന്ദുമത വിശ്വാസം ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് കാരണമാക്കി വിവാഹമോചനം നേടാം. മതം മാറാൻ ഇന്ത്യൻ പൗരന് അവകാശമുണ്ടെങ്കിലും ജീവിത പങ്കാളിയുടെ താല്പര്യത്തിന് വിരുദ്ധമായി മതം മാറുമ്പോൾ അത് വിവാഹമോചനത്തിനുള്ള ഒരു കാരണമാണ്. മറ്റൊരു കാരണം ഇൻസാനിറ്റി അഥവാ മാനസിക രോഗമാണ്. ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്ത വിധത്തിലുള്ളതും ചികിത്സിച്ച് ഭേദമാക്കാനാവാത്ത തരത്തിലുള്ളതുമായ മാനസിക രോഗമോ മാനസിക വിഭ്രാന്തിയോ ഉണ്ടെങ്കിൽ ഈ ഗ്രൗണ്ട് അനുസരിച്ച് വിവാഹമോചനം നേടാം. മാനസിക വിഭ്രാന്തി എന്നതിൻ്റെ നിർവചനത്തിൽ മാനസിക രോഗം, മാനസിക വളർച്ചക്കുറവ്, സ്കിസോഫ്രേനിയ, സൈക്കോപ്പതിക് ഡിസോർഡർ എന്നിവയൊക്കെ ഉൾപ്പെടുന്നു. ഇതിൽ സൈക്കോപ്പതിക് ഡിസോർഡർ എന്ന് പറയുന്നത് മാനസിക വൈകല്യം മൂലം ആക്രമണാത്മകത കാണിക്കുകയോ ഗുരുതരമായതും നിരുത്തരവാദപരമായുമായ പെരുമാറ്റം സ്ഥിരമായി പ്രകടിപ്പിക്കുകയോ ചെയ്യുന്ന അവസ്ഥയാണ്. നിയമത്തിൽ പറയുന്നത് ഇൻക്യൂറബിളി ഓഫ് അൺസൗണ്ട് മൈൻഡ് അഥവാ ഭേദമാക്കാനാവാത്ത മാനസികാസ്വാസ്ഥ്യം എന്നാണ്. അതിൻ്റെ അർത്ഥം സാധാരണ ദാമ്പത്യ ജീവിതം അസാധ്യമാക്കുന്നതും മെച്ചപ്പെടാനുള്ള സാധ്യത ഇല്ലാത്തതുമായ മാനസിക വൈകല്യമെന്നാണ്. സ്കിസോഫ്രേനിയ പോലെയുള്ള അവസ്ഥകൾ മരുന്നുകളിലൂടെ നിയന്ത്രിക്കാൻ കഴിയുമെങ്കിലും ദാമ്പത്യ ജീവിതം അസാധ്യമാക്കുന്ന തരത്തിൽ ആവർത്തിച്ചുണ്ടാകുന്നുണ്ടെങ്കിൽ അത് വിവാഹമോചനത്തിനുള്ള കാരണമാണ്. മാനസിക രോഗം തെളിയിക്കാനുള്ള ബാധ്യത തീർച്ചയായും അത് ആരോപിക്കുന്ന ആൾക്ക് തന്നെയാണ്. ഇതിനായി മെഡിക്കൽ റെക്കോർഡുകൾ ഹാജരാക്കാം, ചികിത്സിക്കുന്ന ഡോക്ടറെ സാക്ഷിയായി വിസ്തരിക്കാം. ഇനി അടുത്ത കാരണം വെനീറിയൽ ഡിസീസ് അഥവാ ലൈംഗിക രോഗങ്ങളാണ്. ജീവിത പങ്കാളിക്ക് പകരുന്ന തരത്തിലുള്ള ലൈംഗിക രോഗമുണ്ടെങ്കിൽ ആ കാരണത്താൽ വിവാഹമോചനം ആവശ്യപ്പെടാം. ഈ വകുപ്പിൽ കുഷ്ഠരോഗം കൂടി ഉണ്ടായിരുന്നതാണ്. ഈ 2019 ഭേദഗതിയിലൂടെയാണ് കുഷ്ഠരോഗം ഇതിൽ നിന്ന് ഒഴിവാക്കിയത്. 7ാമത്തെ കാരണം സന്യാസം സ്വീകരിക്കലാണ്. ലൗകിക ജീവിതം ഉപേക്ഷിച്ച് ജീവിത പങ്കാളി സന്യാസം സ്വീകരിച്ചാൽ ആ കാരണത്താൽ മറ്റേയാൾക്ക് വിവാഹമോചനം ആവശ്യപ്പെടാം.
പണ്ടൊരാൾ ഇങ്ങനെ സന്യാസത്തിന് പോയ കഥ നമുക്കറിയാം. നമ്മുടെ ബുദ്ധൻ അർദ്ധരാത്രിയിൽ മൂപ്പര് ആരോടും പറയാതെ ഒരൊറ്റ പോക്കായിരുന്നു. ഗർഭിണിയായ ഭാര്യ യശോദരയെ ഉപേക്ഷിച്ച്. പക്ഷേ പരാതി പറയാതെ, ഡിവോഴ്സ് നോട്ടീസ് അയക്കാതെ യശോദര കാത്തിരുന്നു. പണ്ട് അതൊക്കെ ഒരു കടമയായി കണക്കാക്കപ്പെട്ടിരുന്നു. പക്ഷേ അത്രയും ക്ഷമ ആരും ഇന്ന് പ്രതീക്ഷിക്കുന്നില്ല. അടുത്ത കാരണം ജീവിത പങ്കാളിയെക്കുറിച്ച് 7 വർഷമായി ഒരു വിവരവും ഇല്ലാതിരിക്കുക എന്നതാണ്. 7 വർഷക്കാലം ഒരു വ്യക്തിയെക്കുറിച്ച് അയാൾ ജീവിച്ചിരുന്നുവെങ്കിൽ സാധാരണഗതിയിൽ അറിയാമായിരുന്ന ആളുകൾക്ക് യാതൊരു വിവരവും ഇല്ലാതിരിക്കുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മരിച്ചുപോയി എന്ന അനുമാനത്തിലാണ് ഈ ഗ്രൗണ്ടിൽ വിവാഹമോചനം നൽകുന്നത്. ഹോമറുടെ ഒഡീസി നിങ്ങളിൽ പലരും വായിച്ചിട്ടുണ്ടാവും. ട്രോജൻ യുദ്ധത്തിനായി പോയതാണ് ഒഡീഷ്യസ്. 10 പതിറ്റാണ്ടുകൾ കഴിഞ്ഞു, ഒരു വിവരവുമില്ല. ഭാര്യ പെനലോപ്പ് കാത്തിരിക്കുകയാണ്. ഒഡീഷ്യസ് മരിച്ചുവെന്ന് പറഞ്ഞ് ഭാര്യ പെനലോപ്പിനെ പുനർവിവാഹം കഴിപ്പിക്കാൻ തൽപര കക്ഷികൾ കിണഞ്ഞു പരിശ്രമിക്കുന്നു. വിശ്വസ്തയായ അവൾ ഭർത്താവ് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ കണ്ണിൽ എണ്ണ ഒഴിക്കാതെ തന്നെ പിടിച്ചു നിൽക്കുന്നു. ഒടുവിൽ 20 വർഷത്തിന് ശേഷം ഒഡീഷ്യസ് തിരിച്ചെത്തുന്നു. അവർ വീണ്ടും അനന്തകാലം പുളകിത ഗാത്രരായി ജീവിക്കുന്നു. ഭാവശുദ്ധി ഭാരത സ്ത്രീകൾക്ക് മാത്രമല്ല, അങ്ങ് ഗ്രീസിലെ പെണ്ണുങ്ങൾക്കുമുണ്ട്. ഇനി ബ്രേക്ക് ഡൗൺ ഗ്രൗണ്ട് എന്താണെന്ന് നോക്കാം. സെക്ഷൻ 13(1)(a)യിൽ ഇതിന് 2 കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, വേർപിരിഞ്ഞ് താമസിക്കാനുള്ള ഒരു കോടതി ഉത്തരവ് ഉണ്ടായിരിക്കുകയും അതിനുശേഷം 1 വർഷമോ അതിൽ കൂടുതലോ കാലമായിട്ടും ദമ്പതിമാർ ഒന്നിച്ച് താമസിക്കാതിരിക്കുകയും ചെയ്താൽ അത് വിവാഹമോചനത്തിനുള്ള ഒരു കാരണമാണ്. ഇവിടെ ഒരു സംശയം തോന്നാം. വേർപിരിഞ്ഞ് താമസിക്കുന്നതിനായി കോടതി ഉത്തരവ്, പിന്നെ എങ്ങനെയാണ് ഒന്നിച്ച് താമസിക്കുന്നത്? അതിന് കാരണമുണ്ട്. നിയമനിർമ്മാതാക്കൾ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെ കോടതി വിധി മൂലം വേർപിരിഞ്ഞ് താമസിക്കുമ്പോൾ ദമ്പതികൾക്ക് മാനസാന്തരം ഉണ്ടാവുമെന്നും ഒന്നിച്ച് താമസിച്ചിരുന്ന ആ പുഷ്കലകാലത്തിലേക്ക് മടങ്ങിപ്പോവാൻ അവർ ആഗ്രഹിക്കുമെന്നും അങ്ങനെ അവർ ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിക്കുമെന്നുമാണ്. അങ്ങനെ ഒരുമിച്ച് താമസിക്കുന്നില്ലെങ്കിൽ ആ ബന്ധം ഒരുമിപ്പിക്കാനാവാത്ത വിധം തകർന്നു എന്ന് സ്വാഭാവികമായും അനുമാനിക്കാം. രണ്ടാമത്തേതും ഇതിന് സമാനമാണ്. ദാമ്പത്യ ബന്ധം പുനഃസ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു കോടതി ഉത്തരവ് ഉണ്ടായിരിക്കുകയും 1 വർഷമോ അതിൽ കൂടുതലോ കാലമായിട്ടും അതനുസരിച്ച് ഒന്നിച്ച് താമസിക്കാതിരിക്കുകയും ചെയ്യുക എന്നത് വിവാഹമോചനത്തിനുള്ള കാരണമാണ്. ഈ ബ്രേക്ക് ഡൗൺ ഗ്രൗണ്ടിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഇറിട്രീവബിൾ ബ്രേക്ക് ഡൗൺ ഓഫ് മാരേജ് അഥവാ വിവാഹത്തിന്റെ വീണ്ടെടുക്കാനാവാത്ത തകർച്ച എന്ന ആശയത്തെക്കുറിച്ചും 2 വാക്ക് പറയാം. വീണ്ടെടുക്കാനാവാത്ത വിധം തകർന്ന ദാമ്പത്യ ബന്ധം തുടരുന്നത് ക്രൂരതയായിട്ടാണ് പൊതുവെ കോടതികൾ കാണുന്നത്. പക്ഷേ വീണ്ടെടുക്കാനാവാത്ത രീതിയിൽ ദാമ്പത്യബന്ധം തകർന്നു എന്നത് ഹിന്ദു വിവാഹ നിയമപ്രകാരം വിവാഹമോചനത്തിന് ഉള്ള ഒരു ഗ്രൗണ്ട് അല്ല. പക്ഷേ ദാമ്പത്യബന്ധം വേർപെടുത്തേണ്ടത് അത്യാവശ്യമാക്കുന്ന വളരെ ഗൗരവമേറിയ ഒരു സാഹചര്യമായിട്ടാണ് കോടതികൾ ഇതിനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവാഹത്തിന്റെ വീണ്ടെടുക്കാനാകാത്ത തകർച്ച എന്നത് പലപ്പോഴും നിയമപരമായ കാരണങ്ങളോടൊപ്പം പരിഗണിക്കപ്പെടുന്നു. കുടുംബ കോടതിയുടെ വിവാഹമോചന ഉത്തരവുകൾ അപ്പീലായി ഹൈക്കോടതിയിലെത്തുമ്പോൾ വിവാഹബന്ധത്തിന്റെ വീണ്ടെടുക്കാനാവാത്ത തകർച്ച എന്ന തത്വത്തെ അടിസ്ഥാനമാക്കി കുടുംബ കോടതിയിൽ കാരണമായിട്ട് കാണിച്ചിട്ടുള്ള ഗ്രൗണ്ടുകൾക്ക് മതിയായ തെളിവുകൾ ഇല്ലെങ്കിൽ പോലും വിവാഹമോചന ഉത്തരവുകൾ ഹൈക്കോടതികൾ ശരിവയ്ക്കാറുണ്ട്. നീണ്ടകാലത്തെ വേർപിരിഞ്ഞു കഴിയലും എന്നിട്ടും ഒരുമിച്ച് ജീവിക്കാൻ കക്ഷികൾ സന്നദ്ധരല്ലാത്തതുമൊക്കെ വിവാഹബന്ധം എന്നേക്കുമായി നിലച്ചുപോയി എന്ന യാഥാർത്ഥ്യത്തിന്റെ സൂചനകളായി കോടതി പരിഗണിക്കും. ഇനി ഭാര്യയ്ക്ക് മാത്രം ഉപയോഗിക്കാവുന്നതും സെക്ഷൻ 13(2) പറയുന്നതുമായ 4 വിവാഹമോചന കാരണങ്ങൾ നോക്കാം. ഇതിൽ ആദ്യത്തേതിന് ഇപ്പോൾ പ്രസക്തിയില്ല. കാരണം അത് 1955 മുമ്പ് നടന്ന വിവാഹങ്ങൾക്ക് മാത്രമേ ബാധകമാവുകയുള്ളൂ. രണ്ടാമത്തെ ഗ്രൗണ്ട് ബലാത്സംഗം, പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധം, ബെസ്റ്റിയാലിറ്റി അഥവാ മൃഗങ്ങളുമായുള്ള ലൈംഗിക വീഴ്ച എന്നിവയിൽ ഏതെങ്കിലും കുറ്റത്തിന് ഭർത്താവ് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ആ കാരണത്താൽ വിവാഹമോചനം ആവശ്യപ്പെടാം എന്നതാണ്. ഭാര്യയ്ക്ക് മാത്രം ഉപയോഗിക്കാവുന്ന മൂന്നാമത്തെ ഗ്രൗണ്ടായി പറയുന്നത് ചെലവിന് കൊടുക്കാനുള്ള ഒരു കോടതി ഉത്തരവുണ്ടായിരിക്കുകയും അതിനുശേഷം 1 വർഷമോ അതിൽ കൂടുതലോ കാലമായിട്ടും അവർ ഒരുമിച്ച് താമസിക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ്. ഈ കാരണം കാണിച്ച് ഭാര്യയ്ക്ക് വിവാഹമോചനം ആവശ്യപ്പെടാം. നാലാമത്തെ ഗ്രൗണ്ട് 15 വയസ്സ് തികയുന്നതിന് മുൻപ് വിവാഹം നടക്കുകയും എന്നാൽ 18 വയസ്സ് തികയുന്നതിന് മുൻപ് വിവാഹം നിരസിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു വിവാഹമോചന കാരണമായി കാണിച്ച് ഭാര്യയ്ക്ക് വിവാഹമോചനം ആവശ്യപ്പെടാം. ഇതിനും ഇക്കാലത്ത് വലിയ പ്രസക്തിയില്ല. ഇനി വ്യാപകമായി ഉപയോഗിക്കുന്ന പരസ്പര സമ്മതത്തോടെയുള്ള വിവാഹമോചനത്തെക്കുറിച്ച് പറയാം. ഡിവോഴ്സ് ബൈ മ്യൂച്വൽ കൺസെന്റ് സെക്ഷൻ 13(b)യിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്.
വിവാഹമോചനത്തിനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് പരസ്പര സമ്മതത്തോടെയുള്ള വിവാഹമോചനം. ഇങ്ങനെ വിവാഹമോചനം ലഭിക്കുന്നതിന് സെക്ഷൻ 13B ഉപവകുപ്പ് 1 പ്രകാരം 2 കക്ഷികളും ഒപ്പിട്ട് ഒരു സംയുക്ത ഹർജി ഫയൽ ചെയ്യുന്നു. 1 വർഷമോ അതിൽ കൂടുതലോ ആയി വേർപിരിഞ്ഞ് താമസിക്കുകയാണെന്നും ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്തതുകൊണ്ട് വിവാഹം വേർപെടുത്തണമെന്ന് പരസ്പരം സമ്മതിച്ചിട്ടുണ്ടെന്നും കാണിച്ച് കുടുംബ കോടതിയിൽ ഭാര്യയും ഭർത്താവും ചേർന്ന് വിവാഹമോചനത്തിനുള്ള ഈ ഹർജി ഫയൽ ചെയ്തു. ഇങ്ങനെ ഹർജി ഫയൽ ചെയ്യുമ്പോൾ ആദ്യ നടപടിയായി 2 പേരോടും കൗൺസിലിങ്ങിന് ഹാജരാവാൻ കോടതികൾ നിർദ്ദേശിക്കും. ഹർജി സമർപ്പിച്ച് 6 മാസത്തിന് ശേഷം പിരിയാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലെങ്കിൽ സെക്ഷൻ 13B ഉപവകുപ്പ് 2 പ്രകാരം വീണ്ടും ഒരു സംയുക്ത ഹർജിയും 2 പേരും പ്രത്യേകം അഫിഡവിറ്റും ഫയൽ ചെയ്യുന്നു. ഇരു കക്ഷികളിലെയും കേട്ടതിന് ശേഷം വിവാഹം നടന്നുവെന്നും ഹർജിയിലെ വാദങ്ങൾ സത്യമാണെന്നും കോടതിക്ക് ബോധ്യപ്പെട്ടാൽ വിവാഹം പിരിച്ചുവിടുന്നതായി പ്രഖ്യാപിക്കുന്ന ഒരു വിവാഹമോചന ഉത്തരവ് കോടതി പുറപ്പെടുവിക്കും. രണ്ടാമത്തെ ഹർജി ഫയൽ ചെയ്യുന്നതിനുള്ള 6 മാസത്തെ നിയമപരമായ കാത്തിരിപ്പ് കാലയളവ് നിർബന്ധമല്ല. പ്രത്യേക സാഹചര്യങ്ങളിൽ കുടുംബ കോടതിക്ക് ഇത് ഒഴിവാക്കി കൊടുക്കാനാവും. അനുരഞ്ജന ശ്രമങ്ങൾ പരാജയപ്പെട്ടു, ജീവനാംശവും കുട്ടികളുടെ സംരക്ഷണം ഉൾപ്പെടെയുള്ള എല്ലാ ദാമ്പത്യ തർക്കങ്ങളും പരിഹരിച്ചു, കാത്തിരിപ്പ് കാലയളവ് വേദന ദീർഘിപ്പിക്കാൻ മാത്രമേ ഉതകുകയുള്ളൂ എന്നൊക്കെ ബോധ്യപ്പെട്ടാൽ കോടതിക്ക് ആ കൂളിംഗ് ഓഫ് പീരീഡ് ഒഴിവാക്കാവുന്നതാണ്. വിവാഹമോചന ഹർജി ഫയൽ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന പരസ്പര സമ്മതം അഥവാ മ്യൂച്വൽ കൺസെന്റ് വിവാഹമോചന ഉത്തരവ് പാസ്സാകുന്നത് വരെ ഉണ്ടായിരിക്കണം. ഒരു കക്ഷി സമ്മതം പിൻവലിച്ചാൽ വിവാഹമോചനം നടക്കില്ല. അതായത് വിവാഹമോചനത്തിനുള്ള ഉത്തരവ് കോടതി പുറപ്പെടുവിക്കുന്നതിന് മുൻപ് വരെ ഏതു സമയത്തും കക്ഷികൾക്ക് സമ്മതം പിൻവലിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഇങ്ങനെ സമ്മതം പിൻവലിച്ചതിൻ്റെ ന്യായാന്യായങ്ങൾ കോടതി അന്വേഷിക്കില്ല. പക്ഷേ ഏകപക്ഷീയമായി സമ്മതം പിൻവലിക്കുന്നത് ചില സാഹചര്യങ്ങളിൽ അനുവദിക്കപ്പെട്ടില്ലെന്ന് വരാം. ഉദാഹരണത്തിന് ഉഭയസമ്മത പ്രകാരം വിവാഹമോചനം നേടുന്നതിൻ്റെ ഭാഗമായി ഒരു കരാറുണ്ടാക്കുകയും അതനുസരിച്ച് ഒരു കക്ഷി പ്രവർത്തിച്ചു കഴിഞ്ഞു എന്ന് കരുതുക. ഉദാഹരണത്തിന് മറ്റേ കക്ഷിക്കെതിരെ കൊടുത്ത ക്രിമിനൽ കേസുകൾ പിൻവലിച്ചു, സ്വത്തുക്കൾ മറ്റേ കക്ഷിയുടെ പേരിലേക്ക് എഴുതി കൊടുത്തു, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സമ്മതം ഏകപക്ഷീയമായി പിൻവലിക്കാനാവില്ല. ചുരുക്കത്തിൽ പരസ്പര സമ്മതത്തോടെയുള്ള വിവാഹമോചനത്തിന് ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര സമ്മതവും സംയുക്ത അപേക്ഷയും ആവശ്യമാണ്. ഉത്തരവ് പാസ്സാകുന്നത് വരെ പരസ്പര സമ്മതം തുടരുകയും വേണം. ഹർജി സമർപ്പിക്കുന്നതിന് മുൻപ് കക്ഷികൾ 1 വർഷമോ അതിൽ കൂടുതലോ കാലം വേർപിരിഞ്ഞ് താമസിച്ചിരിക്കണം. ഹർജി സമർപ്പിച്ചതിന് ശേഷം രണ്ടാമത്തെ ഹർജിക്ക് മുമ്പ് 6 മാസത്തെ നിയമപരമായ കൂളിംഗ് ഓഫ് കാലയളവുണ്ട്. എന്നാൽ മുൻപ് സൂചിപ്പിച്ച കാരണങ്ങളാൽ ഈ കൂളിംഗ് ഓഫ് പീരീഡ് ഒഴിവാക്കി കിട്ടാവുന്നതാണ്. നേരിട്ട് ഹാജരാവാൻ സാധിക്കാത്തവർക്ക് പവർ ഓഫ് അറ്റോർണി വഴി കേസ് നടത്തുന്നതിനോ വീഡിയോ കോൺഫറൻസിംഗ് വഴി കോടതിയിൽ ഹാജരാവുന്നതിനോ കൗൺസിലിങ്ങിൽ പങ്കെടുക്കുന്നതിനോ ഒക്കെ കോടതിയിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം.